നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനി ഞാൻ കൂടെ ഉണ്ടാവും, എന്തിനും ഏതിനും. സത്യാണോ? കണ്ണിമയോരം താരകൾ മിന്നുന്നേ, ഇരുൾ മൂടി ഉറങ്ങും ചെമ്മനി നീരെ പുൽകി ഉണർത്തും വെൺമതി നീയെ. ആരാധ്യ ആരാധ്യ, തമ്മിൽ തമ്മിൽ ചേരാമെന്നും ആരാധ്യ. ആരാധ്യ ആരാധ്യ, നീയില്ലാതിന്നില്ലൻ ജന്മം ആരാധ്യ. ഗരി ഗമ മഗരി സരി സരി ഗമ ദസ ഗരി ഗമ നാം രണ്ടു ശലഭങ്ങളാ. ഈ പിള്ളേരിത് എവിടെ പോയി? നിധി മോളെ, യാമിനി, നീ നിധിയെ കണ്ടോ? ഇല്ലമ്മേ, ഏട്ടൻ എക്സസൈസ് ചെയ്യാൻ പോകുന്നത് പോലും കണ്ടില്ല. രണ്ടിനെ റൂമിൽ കാണുന്നില്ല. രാത്രി റൊമാൻറ്റിക് റൈഡിന് ഇറങ്ങിയതായിരിക്കും. നേരെ വെളുത്തത് അറിഞ്ഞു കാണില്ല. കാറ് ചിലപ്പോ ഈ സ്റ്റേറ്റ് തന്നെ വിട്ടു കാണും. ഒന്ന് പോടി, അവിടെ ഒരു റൊമാൻറ്റിക് റൈഡ്. എടുത്തി, ഗൗതമിന്റെ കാറ് കാണുന്നില്ലല്ലോ. അവൻ എവിടെ അതിരാവിലെ പോയത്? ഞങ്ങള് അതന്നെ പറയായിരുന്നു വസു. ഇത് ഞാൻ പറഞ്ഞത് തന്നെ. രണ്ടും കൂടി രാത്രി കാറെടുത്ത് ഇറങ്ങിയതാ. അപ്പൊ നിധിയെ ഇവിടെ ഇല്ലേ? ഇല്ല. എങ്കി സംശയിക്കണ്ട, അവള് ഗൗതമിനെ പറഞ്ഞു മയക്കി അവളുടെ വീട്ടുകാരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയതായിരിക്കും. അതിന് നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ? നിധിയുടെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ നീ അനുവദിച്ചതല്ലേ? ഞാൻ നിധിയെന്ന് വിളിച്ചു നോക്കാം. ഫോൺ എന്റെ ഉണ്ടല്ലോ, ഞാൻ വിളിക്കാം. അയ്യോ, ബെസ്റ്റ്, ചേച്ചി ഫോൺ കൊണ്ടുപോയിട്ടില്ല. ഓ, അവളുടെ മൊബൈൽ ഇവിടെ ഉണ്ടോ? വെരി ഗുഡ്. ഗൗതമിനെ വിളിച്ചു നോക്കിയാലോ? എന്തിന്? ഇത് ഞാൻ പറഞ്ഞതുപോലെ അവൾ അവനെ മയക്കിയെടുത്ത് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത് തന്നെയായിരിക്കും.
ഏട്ടത്തി മരുമകളെ പുന്നാരിച്ചോണ്ടിരുന്നോ? അവസാനം ഗൗതമും അവളും അവളുടെ വീട്ടുകാരും ഒറ്റക്കെട്ടാവും. നമ്മളൊക്കെ ഗൗതമിന് അന്യരാവും. ഒരിക്കലും ഇല്ല. നിധി എനിക്ക് നല്ല വിശ്വാസ. ഗൗതമിനെ അവള് നമ്മളിന്ന് പിരിക്കില്ല. എന്നാര് പറഞ്ഞു? നിധിയുടെ ചോറ് ഇവിടെയും കൂറ അവളുടെ വീട്ടിലുവാ. അല്ല, അവൾക്ക് സ്വന്തം അമ്മ തന്നെയാ ഞാൻ. അവളുടെ ലാപ്ടോപ്പിന്റെയും മൊബൈലിന്റെയും പാസ്വേഡ് പോലും എന്റെ പേരാ. അതൊക്കെ അവളുടെ അടവാ, ഏട്ടത്തിയുടെ കണ്ണില് പൊടിയിടാൻ വേണ്ടി. ആയിക്കോട്ടെ, അവളുടെ സ്നേഹം കപടമാണെങ്കിൽ ഞാനത് സഹിച്ചു. ഈ പേരിൽ വസ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ട. വാ മോളെ. എന്നെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ അവളുടെ ഫോണിലുണ്ട്. ഫോൺ തന്നെ നശിപ്പിച്ച് കളയാമെന്ന് ആദ്യം കരുതിയത്. ഇനി അത് വേണ്ട. പാസ്വേഡ് മനസ്സിലായല്ലോ, അത് മതി. പാർവതി. ക്രിമിനൽ കേസ് ഫയൽ ചെയ്താൽ അവളും അവളുടെ അമ്മയും അമ്മാവനും അഴിയെണ്ണും. അതുണ്ടാവാതിരിക്കാൻ നിധി ഡിവോഴ്സിന് സമ്മതിക്കും. ഇതുപയോഗിച്ച നീ എന്നെ വിരട്ടി ഒതുക്കിയത്. ഇനി വീണ്ടെടുക്കാനാവാത്ത വിധം ഈ വീഡിയോ നശിപ്പിക്കാൻ എനിക്കറിയാം. എടി നിധി, ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത്. ഞാൻ ആരാണെന്ന് നീ അറിയാനിരിക്കുന്നതേയുള്ളൂ. നിധി മേഡത്തിന്റെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് രാത്രി കോള് വന്നു. സാറും മേഡം കൂടി രാത്രി ഹോസ്പിറ്റലിലേക്കാ പോയത്. ചന്ദ്രയ്ക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞോ? അതൊന്നും പറഞ്ഞില്ല. മാഡം അറിഞ്ഞു കാണുമെന്നാ ഞാൻ കരുതിയത്. അതുകൊണ്ടാ രാവിലെ പറയാതിരുന്നത്. ഞാനൊന്ന് ഗൗതമിനെ വിളിച്ചു നോക്കാം. അവൻ ഫോൺ ഓൺ ചെയ്ത് കാണും. നിധി മാഡത്തിന്റെ വീട് ഇതല്ലേ? അതെ, പക്ഷെ മേഡം ഇവിടെ ഇല്ല. അകത്തേക്ക് കടത്തി വിട്ടേക്കൂ. അയ്യോ, വസുന്ധര മേഡം അറിഞ്ഞ. വസു ഇവിടെ ഇല്ലല്ലോ. ഇനി വൈകിട്ടേ വരൂ. കേറ്റി വിട്ടേക്കൂ. ശരി, ചെന്നോളൂ. ആര്? നിധി എന്തിനാ അന്വേഷിക്കുന്നേ? ഞാൻ നിധി മാഡം വർക്ക് ചെയ്യുന്ന ഓൺലൈൻ സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവാണ്. ഓ, ഈ പാഴ്സല് മാഡത്തിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഇങ്ങ് തന്നോളൂ, ഞാൻ കൊടുത്തോളാം. അയ്യോ, അത് പറ്റില്ല മാഡം. ഞാൻ നിധിയുടെ മദറിൻലോയാ. എന്നാലും മാഡത്തിന്റെ കയ്യിൽ തന്നെ കൊടുക്കണമെന്നാ റൂള്. മാഡത്തിന്റെ സൈനും എനിക്ക് വാങ്ങണം. ഞാൻ രാവിലെ മോനെ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് ആയിരുന്നു. അയ്യോ, ഒന്നുകൂടി വിളിച്ചു നോക്കാം. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് വരേണ്ടി വരും. എനിക്ക് മാഡത്തെ കണ്ടിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു. ശരി, ഞാനൊന്ന് നോക്കാം വിളിച്ച്.